ഇര, ഇമ. 2 വാക്കുകൾ നമ്മൾ പഠിച്ചു. എളുപ്പമാണ്. ഓക്കെ. അടുത്തത് വീണ്ടും നമ്മൾ ഈ ഭാഗത്തും തന്നെയാണ് എഴുതുന്നത്. ശ്രദ്ധിക്കുക. ഈ എന്താണ്? ഈ എഴുതി. ഇതെന്താണ്? ട. ട എഴുതി. എന്താ? ഈ ട. ഇതെന്താണ് ചിഹ്നം? ഈ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് അല്ലേ? അപ്പോ ഇതെങ്ങനെ വായിക്കാം? ട, ഇ, ടി. എന്താണ്? ടി. കൂട്ടി വായിക്കുമ്പോ ഇടി. എന്താണ്? ഇടി. ഇടി എന്ന് കണ്ടിട്ടുണ്ടോ? ഒരു ഇടി എന്ന് കേട്ടിട്ടുണ്ടോ? ഇടി. തൽക്കാലത്തേക്ക് ഇപ്പൊ അത് പഠിച്ചാൽ മതി. ഓക്കെ. ഇടി. ആരെയും ഇടിക്കാനും തല്ലാനും ഒന്നും പോവരുത്. അർത്ഥം പറഞ്ഞു തന്നു എന്ന് മാത്രം. സിമ്പിൾ ആയിട്ടുള്ളൊരു അർത്ഥം പറഞ്ഞു തന്നു എന്ന് മാത്രം. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇടി എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കം. മഴക്കാലത്ത് മഴ പെയ്യുമ്പോ വലിയ ശബ്ദത്തില് മിന്നലോടുകൂടി കേൾക്കാറുണ്ടോ? ഇടി. എന്താണ്? ഇടിമുഴക്കം. ആണ് ശരിക്കും ഇടി. ഓക്കെ. ഇടി എന്ന് പറഞ്ഞിട്ട് ആരെയും ഇടിക്കാനും തല്ലാനൊന്നും ടീച്ചറിന്റെ കുഞ്ഞുമക്കള് പോകരുത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇടി. ഈ ട, ഈടെ വരുമ്പോ ടി. ഇടി. മനസ്സിലായോ? ഓക്കെ. ഇനി ഇപ്പൊ നമ്മള് 3 വാക്കുകൾ നമ്മൾ പഠിച്ചു. ഈ ര, ഇര, ഈ മ, ഇമ, ഈ ഡി, ഇടി. ഓക്കെ. ഇനി അടുത്ത സെക്ഷൻ നമ്മൾ ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ നമുക്ക് എഴുതാം. ശ്രദ്ധിച്ചിരിക്കണം. ഇതേതാണ്? വ. വ അല്ലേ? ഈ ചിഹ്നം ചേർക്കുമ്പോ നമ്മൾ പഠിച്ചതാണ്. ഇ എന്നതിന്റെ ചിഹ്നം ചേർക്കുമ്പോ വ, ഇ. അപ്പൊ എങ്ങനെ ഇത് വായിക്കാം? വി. ഓക്കെ. അടുത്തത് ഇതേതാണ് അക്ഷരം? ല. ല. വ, ഇ, വി, ല. കൂട്ടി വായിക്കുമ്പോ വില. എന്താണ്? വില. എന്താണ് വില എന്ന് പറഞ്ഞ? നമ്മൾ കടയിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോ അതില് പ്രൈസ് ഉണ്ടാവും അല്ലേ? നമ്മൾ ചോദിക്കില്ലേ ഇതിന് എത്ര രൂപയാണ് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ നോക്കും ആ പാക്കറ്റിൽ എത്ര രൂപയാണ് അവര് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതെന്ന് അല്ലേ? അപ്പൊ അതാണ് വില. മനസ്സിലായോ? അതിന്റെ പ്രൈസ്. അതിനെയാണ് നമ്മൾ വില എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് നമ്മൾ അടുത്ത വാക്കിലേക്ക് പോവാണ്. ഇതെന്താണ്? എഴുതിയത് തന്നെയാണ് അല്ലേ? വ. ഇത് വ, ഇ, വി. ഇതെന്താണ്? വ, ഇ, വി. ഇത് ര. കൂട്ടി വായിക്കുമ്പോ വി, ര. എന്താണ്? വിര. എന്താണ്? വിര. എന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. വിര. ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം നോട്ടും പെൻസിലും സ്ലേറ്റൊക്കെ എടുത്താൽ മതി. ഓക്കെ. എന്നിട്ട് നിങ്ങൾ പിന്നീട് അതെന്ത് ചെയ്യുക? ക്ലാസ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. കൺഫ്യൂഷൻ ഉള്ളത് ഒന്നും കൂടെ എഴുതുക. ഒന്നും കൂടെ പറഞ്ഞും എഴുതിയൊക്കെ പഠിക്കുക കേട്ടോ. പിന്നെ ടീച്ചർ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒപ്പം ടീച്ചർ വാക്കുകൾ പറയുമ്പോൾ നിങ്ങളും ഒപ്പം പറയണം ആ വാക്കുകൾ. എന്നാലാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ടീച്ചർ പറഞ്ഞ് കഴിഞ്ഞിട്ടൊരു ചെറിയ സ്പേസ് ഉണ്ടാവും അല്ലേ? ചെറിയൊരു ടൈം ഉണ്ടാവും. ആ ടൈമിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക. വിര. വിര. എന്താണ് വിര? ചെറിയ പുഴു, ചെറിയ വോംസ്. അതാണ് വിര എന്ന് പറഞ്ഞ കുഞ്ഞു കുഞ്ഞു പുഴു. അതിനെയാണ് വിര എന്ന് നമ്മൾ പറയുന്നത്. ഉണ്ടോ? എത്ര വാക്കുകൾ നമ്മൾ ഇതിൽ പഠിച്ചു നോക്കി.
1 2 3 4 5. കുറച്ചധികം വാക്കുകൾ എളുപ്പമുള്ളത് കൊണ്ടാണ് ഇത്രയും വാക്കുകൾ ടീച്ചർ ക്ലാസ്സിൽ എടുത്തത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചു വന്ന് ചിഹ്നങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും എളുപ്പമുള്ള അക്ഷരങ്ങളും വാക്കുകളും ടീച്ചർ അധികമായിട്ട് തന്നത്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കിയാലോ. ഈ ഇര പറഞ്ഞ ടീച്ചർ പറഞ്ഞു ഇര. ഓക്കെ. ഈ മാ ഇമാ. ഈ ടി ഇടി. വില വില. വീര വിര. കിട്ടിയ? ഇര, ഇമ, ഇടി, വില, വിര. ഉണ്ടോ? 5 വാക്കുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കുക, വായിച്ചുകൊണ്ടിരിക്കുക, ഉറക്കെ പറഞ്ഞ് എഴുതുക, മറന്നു പോകാതിരിക്കുക. നിങ്ങൾക്ക് ആ അക്ഷരങ്ങള് ചിഹ്നങ്ങള് ഒക്കെ മനസ്സിൽ പതിയാനാണ് വീണ്ടും വീണ്ടും ഉറക്കെ വായിക്കണം എന്നൊക്കെ ടീച്ചർ പറയുന്നത്. ഓക്കെ. ഇതുപോലെ ചെറിയ ചെറിയ കഥാപുസ്തകങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ മലയാളത്തിന്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുസ്തകങ്ങൾ പഠിക്കുന്ന പുസ്തകങ്ങളാണെങ്കിൽ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എന്ത് ചെയ്യണം, വീട്ടില് മലയാളം വായിക്കാൻ വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യണം. മനസ്സിലായോ? നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി മാറും, അത് നമുക്ക് മറക്കാതെ നമ്മുടെ മനസ്സിൽ കിടക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ എന്ത് ചെയ്യണം, ഒരു 10 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മലയാളം, ഒരു ദിവസം മലയാളം വായിക്കാൻ 15 മിനിറ്റ് ടൈം എടുക്കുക, അടുത്ത ദിവസം മലയാളം എഴുതാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് സമയം എടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഒരു ദിവസം എഴുതാൻ പഠിച്ചു, പിറ്റേ ദിവസം വായിക്കാൻ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് വീണ്ടും എഴുതാനുള്ള ദിവസം, പിന്നെ വായിക്കാനുള്ള ദിവസം, അങ്ങനെ 1.5 ദിവസം വെച്ചിട്ട് എഴുതുക, വായിക്കുക. ഒരു 15 മിനിറ്റ്സ്, ഒരു 15 മിനിറ്റ് മതി. 15 മിനിറ്റ് പഠിച്ചാൽ അതിൽ കൂടുതൽ പഠിക്കണ്ട. പക്ഷെ എല്ലാ ദിവസവും ചെയ്യണം. എല്ലാ ദിവസവും അത് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഓർമ്മയിൽ ഇരിക്കുകയുള്ളൂ. അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ മാറിപ്പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ടീച്ചർ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്നതും, അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകങ്ങളൊക്കെ എടുത്ത്, നല്ല നല്ല പുസ്തകങ്ങൾ എടുത്ത്, നല്ല കഥാപുസ്തകങ്ങളോ കുഞ്ഞു കുഞ്ഞു കഥാപുസ്തകങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുത്ത്, അല്ലെങ്കിൽ ക്ലാസ്സിലെ പുസ്തകങ്ങളായാലും മതി, നിങ്ങളുടെ കയ്യിലുള്ള മലയാളത്തിന്റെ പുസ്തകം എടുത്ത് ടീച്ചർ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള അക്ഷരങ്ങളൊക്കെ അതിലുണ്ടോ എന്ന് നോക്കി കണ്ടെത്തണം. ടീച്ചർ കഴിഞ്ഞ തവണ പറഞ്ഞില്ലേ, ഈ ഒരു ചിഹ്നം ഏതാണെന്ന് ചോദിച്ചാൽ ഏതിന്റെ ചിഹ്നമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഇപ്പൊ ഈ ചിഹ്നം ടീച്ചർ വരച്ചു, ഇതേത് അക്ഷരത്തിന്റെ ചിഹ്നമാണ്? ഇതേത് അക്ഷരത്തിന്റെ ചിഹ്നമാണ്? ഈ. മനസ്സിലായോ? ഈ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇത്. ഈ ഒരു ചിഹ്നം ടീച്ചർ എഴുതി, അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റണം? ഏത് അക്ഷരത്തിന്റെ ചിഹ്നമാണിത്? ഏ. കണ്ടോ? അങ്ങനെ പറയാൻ പറ്റണം, കാണാതെ പറയാൻ പറ്റണം. അതുകൊണ്ടാണ് ടീച്ചർ പറയുന്നത് വായിക്കണം. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും അല്ലാത്തതും നല്ല നല്ല പുസ്തകങ്ങള് നമുക്ക് ലൈബ്രറിയിലൊക്കെ പോയാൽ കിട്ടും. നിങ്ങൾക്കിപ്പോൾ വായിക്കാൻ പറ്റുന്ന കുഞ്ഞു കഥകളുള്ള പുസ്തകങ്ങള്, അക്ഷരങ്ങളുള്ളത്, വാക്കുകളുള്ളതൊക്കെ നമുക്ക് കിട്ടും. അതൊക്കെ പതിയെ പതിയെ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ്, വെറും 15 മിനിറ്റ്. ഒരു 1 ഡേ എന്ന് പറഞ്ഞാൽ 24 hours ആണ് അല്ലെ, 24 മണിക്കൂറാണ് ഒരു ദിവസം. അതിൽ വെറും 15 മിനിറ്റ് മാത്രം മലയാളത്തിന് വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യാം. അപ്പൊ നന്നായിട്ട് വായിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ശുഭദിനം.